ഇന്ന് നമ്മൾ പയറും പപ്പക്കായും ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ പപ്പക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കേക്ക് ഒരു തരം കറിയായി. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള പയർ നമുക്കൊരു 10 മിനിറ്റോളം വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമുക്കതൊക്കെ ഒന്ന് കല്ലോ പൊടിയോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കറി കഴിക്കുമ്പോൾ ആ ഒരു ഇത് പോവും, ടേസ്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ പയറൊക്കെ ഇടാനായിട്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പയർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5 വിസിലടുപ്പിച്ച് വെക്കാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് പപ്പക്കായ പറിക്കാനായിട്ട് നമ്മുടെ പറമ്പിലോട്ട് പോവാം. അപ്പോൾ ഒരു പപ്പക്കായ പൊട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പപ്പക്കായാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു. 2-3 കൂടി ഇനി മേലെ നിൽക്കുന്നുണ്ട്. ഇതിന് അധികം മധുരമില്ലാത്ത ടൈപ്പാണ്. ഞങ്ങളുടെ വീട്ടിൽ പല ടൈപ്പ് ഉണ്ട് പപ്പക്കായകൾ. ചിലത് മധുരം കൂടിയതുണ്ട്, ചിലത് മധുരം ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ ഇത് മധുരം ഇല്ലാത്ത തന്നെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണ് ഈ പപ്പയമ്മ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് പപ്പക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞിടാം കേട്ടോ. അധികം വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് അതിലൊന്ന് അരിഞ്ഞ് ചേരണമെങ്കിൽ അത്യാവശ്യം കനം കുറച്ച് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞതിനിടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ പപ്പക്കായകൾ കഴിക്കാനായിട്ട്. ഈ പച്ച പപ്പക്കായ ആയാലും പഴുത്തതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയുടെ നിന്ന് ചെറിയ ചെറിയ പീസുകൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് അരിഞ്ഞെടുക്കാം. നമ്മൾ ഏകദേശം അത് ഫുൾ തന്നെ എടുത്തു കിട്ടും. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് പപ്പക്കായ. അതുമാത്രമല്ല നമുക്കിപ്പോൾ നല്ല പ്രോട്ടീൻ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ പപ്പക്കായ. അങ്ങനെ നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് അരിയുന്നത് എന്നാലും നമുക്കൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ, നമ്മൾ വിസിലടുപ്പിച്ച് വെച്ചിട്ടുള്ള പയർ നമുക്കൊന്ന് തുറന്ന് നോക്കാം അതെന്തോന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പപ്പക്കായയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പയർ അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പപ്പക്കായ ഇട്ട് അടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പയർ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി അടുപ്പിക്കാം. ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുള്ളതിന് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പക്കായയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 2 വിസിൽ മതിയായിരിക്കും. പപ്പക്കായ അധികം വേവാനായിട്ടില്ല. നമുക്കൊരു 2 വിസിൽ കൊണ്ടൊക്കെ തന്നെ നമുക്കിത് അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2 വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പയറിൻ്റെ ഒപ്പം ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. പയറൊക്കെ എല്ലാ ഭാഗത്തേക്കായി പപ്പക്കായമേൽ ആ പയറിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിസിലടുപ്പിക്കാം. ഇനി കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണക്കമുളക് ഇതുപോലെ കറക്കി മിക്സിയിലിട്ട് നമ്മൾ പൊടിച്ച് വെക്കലില്ല. പൊതുവേ നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കി എടുക്കാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് തോന്നും. അതിൻ്റെ ആ ഒരു നമുക്കൊരു മുളകിൻ്റെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരമാണ് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് നമുക്ക് അതുപോലെ തന്നെ പയറും പപ്പക്കായും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പപ്പക്കായും പയറും റെഡിയായി. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനും നല്ലത്. അങ്ങനെ നമ്മുടെ മുളകൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പയറൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു നേരത്തെ ഒരു കറിയാവുമല്ലോ ഇത്.